ഇന്ന് നമ്മൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിലേക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓപ്പൺ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ കണ്ടുകൊണ്ട് നമ്മുടെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന് നമ്മുടെ കണ്ണുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുകയും അതിനെ തിരിച്ചറിയാൻ സാധിക്കുകയും വേണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നെ പരിചയപ്പെടുത്തേണ്ടതില്ല എന്നെനിക്കറിയാം, എങ്കിലും പരിചയപ്പെടുത്തുകയാണ്. ആസിയ ഷമീർ, ഫാമിലി ട്രാൻസ്ഫോർമേഷൻ കോച്ചാണ്. എഡിൻഡോക്സിന് കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പേഴ്സണൽ മെന്ററിങ്, EFT പ്രാക്ടീസ്, മൈൻഡ് പവർ ഇതൊക്കെയും പഠിപ്പിച്ചു കൊടുക്കുകയും കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുമുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് 7 ദിവസത്തെ നീണ്ട ഒരു യാത്രയ്ക്ക് ഒരു തുടക്കമാണ്. ഇവിടെ നമ്മൾ എന്തൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ നമ്മളെ അറിയുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുക, മാറ്റങ്ങൾ സംഭവിക്കുക എന്നുള്ളത്. അപ്പൊ ആ മാറ്റങ്ങളിലേക്ക് ഒരു വഴിത്തിരിവാകാൻ എന്നെ കൊണ്ട് സാധിച്ചാൽ അൽഹംദുലില്ലാ, അതിൽ ഞാൻ സന്തോഷവതിയാണ്. അപ്പോൾ മെഡിറ്റേഷൻ്റെ ആ ഒരു അവബോധത്തിൽ നിന്ന് തിരിച്ചു വന്നവരെല്ലാവരും വീഡിയോ മോഡിലേക്ക് ഇരിക്കുക. ഈ വീഡിയോ മോഡിൽ ഇരിക്കാൻ എന്തിനാണ് ഇത്ര നിർബന്ധമായിട്ട് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെൽഫിനോട് നമുക്ക് കുറച്ചെങ്കിലും ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു ഇഷ്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സ്വന്തത്തെ കാണാനായിട്ട് തോന്നില്ലേ? നമുക്ക് നമ്മളെന്ന് കാണാൻ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ആസ്വദിക്കാൻ, അല്ലെങ്കിൽ നമുക്കുള്ള കഴിവുകളെ കുറിച്ച് ഓർത്തെടുക്കാനൊക്കെ തോന്നുമ്പോൾ അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാവില്ലേ? ആ സന്തോഷത്തിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും ഫോൺ വെച്ചിട്ട് ആ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ടാവും. ആ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ സബ് കോൺഷ്യസ് നിങ്ങളോടൊപ്പം ഉണ്ട്. ആ കേൾക്കുന്നത് എന്താണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് തയ്യാറെടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നിങ്ങളെ കണ്ടുകൊണ്ട് കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഹ്യൂജ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷനാണ് വരുന്നത്. അത് തന്നെയാണ് നമുക്ക് ഇന്നിവിടെ വേണ്ടതും. നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ദിവസം ഓരോ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും പറയുക. അപ്പോൾ ഒരു നോട്ട്ബുക്കും പേനയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ എന്താണ്, എങ്ങനെയാണ് എൻ്റെ ലൈഫിൽ ഇനി എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്യാനുള്ളത്, അത് മൈൻഡ് പവറിലൂടെ ഇല്ലെങ്കിൽ EFTയിലൂടെ അല്ലെങ്കിൽ മറ്റ് തോട്ട് പ്രോസസ്സിങ്ങിലൂടെ എങ്ങനെ എനിക്ക് മാറ്റം വരുത്താൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഡീപ്ലി അറിഞ്ഞു പോകാം എന്നുള്ളതാണ്. എങ്കിലും ഇവിടെ ഒരു കാര്യം ചോദിക്കാണ്, നിങ്ങളുടെ ജീവിതം യഥാർത്ഥത്തിൽ മാറ്റുന്നത് എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിലൂടെ പറയാം. നിങ്ങളുടെ ജീവിതം യഥാർത്ഥത്തിൽ മാറ്റുന്നത് എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും? എന്തൊക്കെ കാര്യമായിരിക്കും? ചാറ്റ് ബോക്സ് ഉപയോഗിക്കുക. ഇവിടെ ഞാനൊരു ഗുരുവിന്റെ കഥ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കല് ഒരു ഗുരുവും ശിഷ്യനും ഉണ്ടായിരുന്നു. ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്താണെന്നറിയില്ല ഗുരുവേ, ആകെ ആ, എന്തൊക്കെയോ പ്രയാസങ്ങൾ തോന്നുന്നു, പേടി തോന്നുന്നു, ഞാൻ ആകെ എന്നിൽ അറിവില്ലാതാവുന്നത് പോലെ ഫീൽ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഗുരു എന്ത് ചെയ്തു? ഒരു വിളക്കെടുത്ത് കൊടുത്തിട്ട് ശിഷ്യനോട് പറഞ്ഞു, നമ്മുടെ ഗുരുകുലത്തിന്റെ ബാക്കിലായിട്ട് ഒരു ഗുഹയുണ്ട്, അതിലേക്ക് നീ ആ ഒരു വിളക്കും പിടിച്ചു പോവാൻ പറയുന്നുണ്ട്. അങ്ങനെ ആദ്യം അതിലേക്ക് ഇങ്ങനെ അടുക്കും തോറും ശിഷ്യന് വല്ലാത്തൊരു ഭയം തോന്നുന്നുണ്ട്. എന്തായിരിക്കും, ആകെ ഒരു പേടി, മൊത്തം ഇരുട്ടാണല്ലോ എന്നൊക്കെ. പക്ഷെ അവൻ പതിയെ ആ വിളക്കും പിടിച്ചിങ്ങനെ മുൻപോട്ട് പോകും തോറും കുറേ ചെറിയ ചെറിയ കല്ലുകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ആ ഗുഹയ്ക്കുള്ളിൽ. പക്ഷെ കുറച്ചു ദൂരം അങ്ങ് അവന് ഭയപ്പെടുന്ന ശബ്ദങ്ങളൊക്കെയും കേൾക്കുന്നുണ്ടെങ്കിലും അവൻ പതിയെ നടന്ന് നടന്ന് പോയി കഴിഞ്ഞപ്പോൾ അവൻ അവിടെ ഒരു വലിയൊരു വെളിച്ചത്തെ കണ്ടു. ആ ഒരു വിളക്കിന്റെ, അവൻ്റെ ഉള്ളിൽ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു തിരിനാളത്തിന്റെ വെളിച്ചത്തിലൂടെ വലിയൊരു പ്രകാശം അവൻ കണ്ടു. അപ്പോൾ അവൻ അത് മനസ്സിലാക്കി അതൊരു വജ്രമായിരുന്നു എന്ന്. അപ്പോഴവൻ അത് എടുത്തുകൊണ്ട് തന്നെ ഗുരുവിന്റെ അടുത്തേക്ക് എത്തിയിട്ട് പറഞ്ഞു, ഗുരുവേ, ഞാനൊരു വജ്രം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഗുരു പറഞ്ഞ മറുപടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വജ്രം എന്നുള്ളത് നിന്റെ ഉള്ളിൽ എപ്പോഴുമുള്ള കാര്യമാണ്. നീ അതിലേക്ക് എപ്പോഴാണോ വെളിച്ചത്തെ വീശുന്നത് അപ്പോഴാണ് അത് തെളിഞ്ഞു വരിക എന്നുള്ളത്.
ഇവിടെ നമ്മളാകുന്ന വജ്രത്തിനെ തെളിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുകയും നമ്മൾ ആരാണെന്നുള്ളത് തിരിച്ചറിയും, അല്ലെങ്കിൽ നമ്മളുടെ സ്വയത്തെ കണ്ടെത്തുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു തിരിച്ചറിവിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മൾ എന്താണെന്നുള്ളതും നമ്മുടെ ലൈഫ് ഇത്രയും കാലം എങ്ങനെയോ ആയിക്കോട്ടെ ഇനി മുൻപോട്ട് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് മുൻപോട്ട് പോവാം. ഇവിടെയും പറയാണ്, നമുക്ക് ഒരറിവേ ഉള്ളൂ എങ്കിലും ആ അറിവിൽ നിന്നും വെളിച്ചത്തെ എടുക്കാൻ സാധിച്ചാൽ, വെളിച്ചത്തെ വീശാൻ പുറത്തേക്ക് കൊടുക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും നല്ല കാര്യം എന്നുള്ളത്. പല അറിവുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമുക്ക് വേണ്ടുന്ന അറിവിനെ നമ്മൾ സ്വീകരിക്കുകയും ആ അറിവ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും വേണം. പണ്ടുള്ളവർ പറയുന്ന പോലെ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റൊരു ചെവിയിലൂടെ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര അറിവുണ്ടായിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കിട്ടുന്ന ചെറിയൊരു അറിവാണെങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രകാശമായി മാറാൻ പടച്ചോൻ അനുഗ്രഹിക്കട്ടെ. നമ്മളുടെ മനസ്സ് എന്നുള്ളത് ഒരു കമ്പ്യൂട്ടർ പോലെയാണ്. അപ്പൊ കമ്പ്യൂട്ടറിന് ഒരു പ്രത്യേകതയുണ്ട്, അതിനകത്ത് പ്രോഗ്രാമിംഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിങ്ങിലൂടെ കമ്പ്യൂട്ടർ പോകും. ഇതേ ഒരു സിസ്റ്റം നമ്മുടെ ഉള്ളിലും പ്രകടമാകുന്നുണ്ട്. നമ്മുടെ തലച്ചോറ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ നമ്മൾ എന്താണോ അപ്ലൈ ചെയ്ത് വെക്കുന്നത് അത് അങ്ങനെ തന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്നത്തെ കാലത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഒന്ന് എഴുതി നോക്കിക്കേ. അവിടെ നമ്മൾ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് അത് തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടുന്നത്. നമ്മൾ എന്താണോ നമ്മുടെ ഉള്ളിലേക്ക് കൊടുത്തത് അത് തന്നെ തിരിച്ച് നമ്മളിലേക്ക് റിഫ്ലക്ട് ചെയ്ത് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കഴിഞ്ഞിട്ടുള്ള ആ കുറച്ച് പോയിന്റുകൾ ഒന്ന് എഴുതി വെക്കുക. ഞാൻ എന്താണ് എൻ്റെ ഉള്ളിലേക്ക് എനിക്ക് വേണ്ടി കൊടുത്തുകൊണ്ടിരുന്നത്, അതിലൂടെ എനിക്ക് എന്തൊക്കെയാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്, അതിലൂടെ എൻ്റെ ജീവിതം അത് ഉയർച്ചയിലേക്കാണോ എത്തിയത് അതോ താഴ്ചയിലേക്കാണോ പോയത്, അതോ അതിലൂടെ എൻ്റെ ജീവിതം ഇങ്ങനെ ഒരു എന്താ പറയാ ഒന്നുമില്ല ഇങ്ങനെയൊക്കെ പോകുന്നു എന്നുള്ള രീതിയിലാണോ പോയത് എന്നൊന്ന് തിരിച്ചറിയുക. ആ തിരിച്ചറിഞ്ഞതിനെ നിങ്ങൾ അവിടെ നിന്ന് എഴുതി വെക്കുക. നമ്മൾ വാഗൊണ്ട് പറയുന്നതും എഴുതി വെക്കുന്നതും നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നൽകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായിരുന്നു ആ കാര്യങ്ങളിൽ നിന്ന് എഴുതി വെക്കുക. ഇവിടെ നമ്മൾ ശരിക്കും നമ്മുടെ മനസ്സിനെ പ്രോഗ്രാം ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ മനസ്സിനെ പ്രോഗ്രാം ചെയ്യേണ്ടതുണ്ട്. അതിലേക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പുറമേ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിലും, അതായത് പലപ്പോഴും നമ്മൾക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് കുറെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവാം, പേരൻസിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവാം, കൂടപ്പിറപ്പുകളിൽ നിന്ന് അല്ലെങ്കിൽ ചുറ്റുപാടുകളിൽ നിന്ന്, ഈ ഒരു സമൂഹത്തിൽ നിന്ന് നമ്മൾ ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടോ അവരിൽ നിന്നെല്ലാം നമ്മളിലേക്ക് പല കാര്യങ്ങളും പ്രോഗ്രാമിംഗ് ആയിട്ട് കയറിയിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ നമ്മൾ അറിഞ്ഞുകൊണ്ട് കുറച്ച് പ്രോഗ്രാമിങ്ങൾ നമ്മുടെ ഉള്ളിൽ ചെയ്തു കൊടുക്കണം. അവിടെ നിന്നാണ് നമുക്ക് റിസൾട്ടിലേക്ക് എത്താൻ പറ്റുക. മറ്റതൊക്കെയും എന്തായിരിക്കും, നമ്മൾ നിയന്ത്രിക്കപ്പെട്ട് മുൻപോട്ട് പോകുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഒരു കാര്യം സംസാരിക്കുമ്പോൾ നീ ഇങ്ങനെ സംസാരിക്കാവൂ എന്നൊരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അനുസരിക്കുമ്പോൾ ആ ആളുടെ രീതിയിൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് നമ്മുടേതായ രീതിയിൽ സംസാരിക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ കഴിയണമെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ പ്രോഗ്രാമിംഗ് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ്. അത് അറിയുകയും വേണം. അല്ല വെറുതെ ഒരാളിങ്ങനെ പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്യാണ് എന്നുള്ളതല്ല, നമ്മൾ ആ ഒരു അവബോധത്തിലായിക്കൊണ്ട് തന്നെ ആ പ്രോഗ്രാമിംഗ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കിവിടെ കുറച്ച് കാര്യങ്ങളാണ് ആ പ്രോഗ്രാമിങ്ങിലേക്ക് വേണ്ട കാര്യങ്ങൾ. ഒന്ന്, അവയർനെസ് വേണം, ബോധമുണ്ടായിരിക്കണം ഞാൻ എന്താ ചെയ്യണേ എന്നുള്ളതിന്. രണ്ടാമത്തേത് നമുക്ക് എന്താണ്, ധൈര്യം ഉണ്ടാവണം, കറേജ് ഉണ്ടാവണം. ഇപ്പൊ ആ ഒരു കഥ പറഞ്ഞതിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു ഗുരു പറഞ്ഞതിന്റെ ഒരു അവയർനെസ്സിലാണ്, ബോധത്തിലാണ് ആ ശിഷ്യൻ എന്ത് ചെയ്ത ആ ധൈര്യത്തോടു കൂടി ആ വിളക്കും എടുത്ത് ഗുഹയിലേക്ക് പോയത്. അടുത്തത് നമുക്ക് വേണ്ടത് പൊരുത്തപ്പെടലാണ്, അഡാപ്റ്റബിലിറ്റി. ആ പൊരുത്തപ്പെടൽ എന്താണ്, ആ ശിഷ്യൻ ആ ഗുഹയിലൂടെ നടന്നു പോകുമ്പോഴും അവിടെ ഉള്ളതിനെല്ലാം അവൻ പൊരുത്തപ്പെട്ടുകൊണ്ടാണ് പോയത്. കല്ലുകൾ കണ്ട് ഭയപ്പെട്ട് പിന്മാറാതെ, ഇരുട്ടിനെ കണ്ട് ഭയപ്പെട്ട് പിന്മാറാതെ അതുമായി പൊരുത്തപ്പെട്ട് മുൻപോട്ട് പോവുകയാണ് ചെയ്തത്. നാലാമത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പർപ്പസ് ആണ്, ലക്ഷ്യം വേണം. അവന്റെ ഉള്ളില് ആ ഗുരു പറഞ്ഞിരുന്ന കാര്യം ആ ലക്ഷ്യത്തിൽ എത്തുക എന്നുള്ളതാണ്. ആ ലക്ഷ്യബോധത്തിലോട് കൂടി അങ്ങോട്ട് പോയത് കൊണ്ടാണ് അവൻ ആ വജ്രത്തെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്.
അടുത്തത് അഞ്ചാമത്തതായിട്ട് വേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ആ ഗ്രാറ്റിറ്റ്യൂഡ് അവിടം വരെ എത്തിപ്പെടാൻ സാധിച്ചതിന്, ആ ഒരു വജ്രത്തെ എടുക്കാൻ സാധിച്ചതിനും അവന്റെ ഉള്ളിൽ നിറഞ്ഞ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മനോഭാവമാണ് തിരിച്ച് ഗുരുവിന്റെ അടുത്ത് വന്ന് അത് പറയാനും ഗുരുവിൽ നിന്നും മറ്റുപദേശങ്ങൾ നേടാനും അത് പ്രാവർത്തികമാക്കാനും അവനെ കൊണ്ട് സാധിച്ചത്. അടുത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിരോധ ശേഷി എന്നുള്ളതാണ്. അതായത് ആ ഗുഹയിലൂടെ പോകുമ്പോൾ അവനെ ബുദ്ധിമുട്ടിക്കാൻ വന്നിട്ടുള്ള ഓരോ കാര്യങ്ങളെയും പ്രതിരോധിച്ച് മുൻപോട്ട് പോകാൻ അവന് സാധിച്ചത് കൊണ്ടാണ് അവൻ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒന്ന് പ്രോഗ്രാം ചെയ്ത് വെക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ചേഞ്ചുകൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് നമ്മളോട് ആരെങ്കിലും ഒക്കെ ചോദിക്കുകയാണ് നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ സാധാരണഗതിയിൽ എങ്ങനെയാണ് ഉത്തരം പറയുന്നത്? ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നാണ് ഉത്തരം പറയാറ്. ആരെങ്കിലും ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് എന്ന് പറയലുണ്ടോ? ഞാൻ നേരത്തെ നല്ല പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു, അപ്പൊ ഇപ്പോഴോ? ഇപ്പം എന്താണ്, പ്രസന്റിൽ നമ്മൾ എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്നുള്ളത്. ആരായിരുന്നു എന്നുള്ളത് ഫാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുകയും അതിനെ നമ്മൾ പുറത്തെടുക്കുകയും അതിലൂടെ തന്നെ നമ്മളെ ഇമേജ് ചെയ്ത് പറയുകയും ചെയ്യുകയാണ്. ആരായിരുന്നു ഞാൻ അന്ന്? ഇങ്ങനെയൊക്കെയാ, നല്ല കഴിവുണ്ടായിരുന്നു, ഞാൻ നല്ല പഠിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ആയിരുന്നു പറഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന എന്താണ്? പക്ഷേ ഇപ്പോ എന്നുള്ള ആ ഒരു പ്രസന്റിനെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ഇന്ന് ഞാൻ സ്റ്റേൺ ആയിട്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു നിമിഷത്തിൽ ഞാൻ ഇവിടെ അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് ധൈര്യപൂർവ്വം പറയാൻ പറ്റുമ്പോഴാണ് ആ പ്രോഗ്രാമിങ്ങൾ കറക്റ്റ് ആകുന്നത് എന്നാണ്. ഇനി നമ്മളിലേക്ക് ഈ മാറ്റത്തിന്റെ ശാസ്ത്രത്തെ കൊണ്ടുവരാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ പോലും നമുക്ക് ആ മാറ്റത്തിന്റെ അലയൊലിയെ നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഒന്നാമത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മുടെ ബ്രെയിനിനെ ഒന്ന് പുതുക്കി പണിയുക എന്നുള്ളത്, അതായത് പുതുക്കി എടുക്കുക എന്നുള്ളത്. അത് നമ്മളെ കൊണ്ട് സാധിക്കും. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാ ദിവസങ്ങളിലും കൺസിസ്റ്റന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്തു പൊക്കോണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ആ ബ്രെയിൻ എന്ത് ചെയ്യും? അതൊരു ശീലമാക്കി മാറ്റിയിട്ട് അതിനെ അവിടെ പുതുക്കി എഴുതും എന്നുള്ളതാണ്. അപ്പോൾ ആ ബ്രെയിനുള്ളിലെ ആ ന്യൂറോന്റെ പാത്തൊക്കെ ക്ലിയർ ആയിട്ട് നമ്മൾ എന്താണോ കണ്ടിന്യൂസ്ലി കൊടുത്തോണ്ടിരിക്കുന്നത് അതിലേക്കായി മാറുകയും ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ അറിയേണ്ടത്, വലിയ വാക്ക് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നുള്ള വലിയ വാക്കൊക്കെ കേട്ടിട്ട് നമ്മൾ അതിലേക്ക് നോക്കണ്ട. നമ്മൾ അറിയേണ്ടത് നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളാണെങ്കിലും ചെറിയ ആക്ഷനുകളാണെങ്കിലും അത് നമ്മൾ പൂർണ്ണമായിട്ടും എന്താ പറയുക, ലക്ഷ്യബോധത്തോടു കൂടി കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു പോകുക എന്നുള്ളതാണ്. ഒരു ഏതൊരു കാര്യം, ഇപ്പം ഒരു അഫർമേഷൻ ആണ് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ പോലും ആ അഫർമേഷൻ എന്നുള്ളത് ഞാൻ എന്നും പറയുമെന്ന് തീരുമാനിച്ചാൽ അത് എന്നും പറഞ്ഞ് തന്നെ പോവുക. അപ്പൊ അത് പിന്നീട് നമ്മൾ പോലും നമ്മുടെ നാവ് കൊണ്ട് ഉച്ചരിക്കാതെ നമ്മുടെ ഉള്ളിൽ ആ അഫർമേഷൻ അലയൊലിച്ചുകൊണ്ടേയിരിക്കും. അതിന്റെ മാറ്റങ്ങൾ നമ്മൾ അറിയുന്നതിലും അപ്പുറമായിട്ട് നമ്മളിലേക്ക് റിസൾട്ടായിട്ട് എത്തുകയും ചെയ്യും. നമ്മുടെ ബ്രെയിനിന്റെ കഴിവ് അത് തന്നെയാണ്. അതിനോട് എന്താണോ സ്ഥിരമായിട്ട് കൊടുക്കുന്നത് ആ സ്ഥിരമായിട്ട് കൊടുക്കുന്നതിനെ അത് അട്രാക്ട് ചെയ്യുകയും അതായിട്ട് അത് മാറുകയും ചെയ്യും എന്നുള്ളത്. രണ്ടാമത്തേത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോട്ട്സ് ആൻഡ് ഇമോഷൻസ് ആണ്. നമ്മുടെ തോട്ട്സ് ഇന്ന് വരെ ഉള്ളത് എങ്ങനെയാണെന്നൊന്ന് നമ്മൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ഇമോഷൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്ന് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും മാറ്റങ്ങൾ സംഭവിക്കുക? ഇത്രയും നാളുമുള്ള തോട്ട്സിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. സങ്കടപ്പെടുന്ന ഒരു തോട്ടാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നതെങ്കിൽ ആ സങ്കടഭാവമല്ലേ നമ്മളെ നയിച്ചുകൊണ്ടിരുന്നത്? അവിടെ എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ടോ? ആ സങ്കടത്തിലൂടെ പിന്നീട് സംഭവിക്കുന്നതെല്ലാം ആ സങ്കടമായിട്ട് മാറും. അത് എത്ര സന്തോഷമുള്ളതാണെങ്കിൽ പോലും നമുക്ക് അതിനൊന്ന് ആഹ്ലാദിക്കാൻ നമുക്ക് സാധിക്കില്ല. അത് തന്നെയല്ലേ ഇമോഷണലി ഫ്രീ ആകുക എന്ന് പറയുന്നതും. ഇമോഷണലി നമ്മൾ കറക്റ്റ് ആകുക എന്നുള്ളത്, അതായത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളെയും നമ്മുടെ തോട്ട്സും ഇമോഷനുമായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ടെന്നും അതാണ് പിന്നെ നമ്മളെ മുന്നോട്ട് നയിക്കുന്നതെന്നും നമ്മളൊന്ന് തിരിച്ചറിയുക.
മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. അതായത് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മക്കളൊന്ന് സന്തോഷമായിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ആ ഒരു കാര്യത്തെ ആ സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കാൻ പറ്റില്ല. പകരം എന്തായിരിക്കും, ആ സങ്കടത്തിന്റെ ഇതില് നമ്മൾ അവരെയും കൂടെ ആ സങ്കടത്തിലേക്ക് അടിമപ്പെടുത്തി വിടുകയാണ് ചെയ്യലുള്ളത്. അതേപോലെ തന്നെയല്ലേ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് ആര് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടോ അവരിലേക്ക് നമ്മുടെ ദേഷ്യത്തെ നമ്മൾ എന്ത് ചെയ്യും, അമ്പെയ്യുന്നത് പോലെ കൊടുത്തുവിടും എന്നുള്ളതാണ്. അതിന്റെ കാരണങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ തന്നെ നമ്മൾ അങ്ങനെ ബ്രെയിനിൽ സെറ്റാക്കി അതിനൊരു വഴി ഒരുക്കി വിടുകയാണ്. അപ്പൊ ഇവിടെ നമുക്ക് റൈറ്റും ലെഫ്റ്റും ബ്രെയിൻ ഉണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞു സാധനം ഉണ്ട്, ഒരു അരിപ്പ മനസ്സെന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട്. ആ സാധനം എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ബ്രെയിനിലുള്ള എല്ലാ ഫോൾഡേഴ്സും ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഏതൊരു തോട്ടും അത് നമ്മുടെ ഉള്ളിൽ എത്തുന്ന നിമിഷം ഏത് ഫോൾഡറുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത് അത് കണക്റ്റഡ് ആക്കും. അതുകൊണ്ടാണ് നമ്മളൊരു കമ്പ്യൂട്ടർ ആണെന്നുള്ളത് പറയുന്നത്. കമ്പ്യൂട്ടറിൽ ഏത് ഫോൾഡറിലാണ് എന്ത് സാധനം നമ്മൾ കൊടുക്കുന്ന സംഭവിക്കുന്നത് അത് ഓപ്പൺ ആക്കി നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞതുപോലെ അതിങ്ങനെ ഓപ്പൺ ആക്കി തരുന്നത് കൊണ്ടാണ് നമുക്ക് സങ്കടം വരുമ്പോൾ പെട്ടെന്ന് എല്ലാ സങ്കടങ്ങളും കൂടെ വരുന്നതും സന്തോഷം വരുമ്പോഴും ദേഷ്യം വരുമ്പോൾ അതേപോലെ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് വരികയും ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് തിരിച്ചറിയുക. മൂന്നാമത്തെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എനർജി. ഇപ്പൊ ഈ പറഞ്ഞ കാര്യവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ് എനർജി എന്നുള്ളതും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. നമ്മുടെ നമ്മൾ എന്തിലേക്കാണോ ഫോക്കസ് ചെയ്യുന്നത് അതിലേക്ക് നമ്മളുടെ എനർജി പോകുമെന്ന്. അപ്പൊ ഇവിടെ നമ്മുടെ ലൈഫിനെ നമ്മൾ എങ്ങനെയാണ് മാറ്റിയെടുക്കാൻ പറ്റുക, ഈ ഒരു എനർജിയും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. അവിടെയൊക്കെയും നമ്മൾ എന്താണോ ചിന്തിച്ചിരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഊർജം എന്തായിരുന്നോ ആ ഊർജം നമ്മൾ എന്തിലേക്കാണോ ഫോക്കസ് ചെയ്യുന്നത് അതിലേക്ക് തന്നെ പോവുകയും അതായി മാറുകയും ചെയ്യുന്നുണ്ട്. ഈവൻ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തായിരിക്കും എക്സാമ്പിൾ പറയാൻ പറ്റുക, നമ്മളുടെ മക്കളുടെ കാര്യം തന്നെ ഒന്ന് എടുത്തു നോക്കാം. എൻ്റെ മകന് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ആ ചിന്ത ഉള്ളിൽ കിടക്കുമ്പോൾ ആ മകനെ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ആ ഒരു എനർജി ആ ഒരു എന്താണോ ഉള്ളത് അതിലേക്കാണ് ഫോക്കസ് ചെയ്യുക. പിന്നെ അവൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും എന്തായിരിക്കും പറയാ, അതിനെ ഉൾക്കൊണ്ടതിന് ശേഷം അതിലൂടെ ചിന്തിച്ചതിന് ശേഷമായിരിക്കും മറുപടി പറയാ. അപ്പൊ നമ്മുടെ എനർജി അതിലേക്ക് ഫോക്കസ് ആയിട്ട് അവനിലെ നല്ല ഹാബിറ്റ്സിനെ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളാണ് പറഞ്ഞതെങ്കിൽ പോലും ആ ഒരു സംശയത്തിന് മുന്നിൽ നിന്നുകൊണ്ട് അതിനെ ഗ്രഹിച്ചിട്ടാണ് പിന്നെ അവനോട് സംസാരിക്കുക എന്നുള്ളത്. അത് ആരെക്കുറിച്ചും അങ്ങനെ തന്നെയാണ്. നമ്മൾ അറിയില്ലാത്ത ഒരാളെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ഒരാളെ കുറിച്ചാണെങ്കിലും അങ്ങനെ തന്നെ. ആളെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ അവരോട് സംസാരിച്ചതിന് ശേഷം പിന്നെ ഇടപഴകിയതിനു ശേഷം മാത്രമാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അന്നേരം നമുക്ക് വിചാരിക്കും അയ്യോ നമ്മൾ ചിന്തിച്ചതൊക്കെ ശരിയായിരുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പൊ ഇവിടെ എനർജിയും എന്താകുന്നുണ്ട്, എനർജിയിലൂടെയും നമ്മൾക്ക് നമ്മുടെ ലൈഫിനെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനിയുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ ജീവിത മാറ്റങ്ങളെ മാറ്റിയെടുക്കാൻ കഴിയുന്ന 7 ഘടകങ്ങളുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ ഒരു ഘടകം മാത്രമാണ് പഠിക്കുക. 2, 3, 4 ഒക്കെ അടുത്ത ദിവസങ്ങളിലേക്ക് തന്നെ നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവരും നെക്സ്റ്റ് ക്ലാസ്സിലും ജോയിൻ ചെയ്യുമ്പോഴാണ് അതിന്റെ ബാക്കി കാര്യങ്ങൾ അറിയുക. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളോ മറ്റ് ആരോ അറിയുന്നവരാരൊക്കെ ഉണ്ടോ അവരിലേക്കൊക്കെയും ഇതൊന്നും എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ നമ്മുടെ ജീവിത മാറ്റങ്ങളെ കൊണ്ടുവരാൻ പറ്റുന്ന 7 ഘടകങ്ങളിൽ ഒന്നാമത്തെ ഘടകം എന്നുള്ളത് സ്വയം ബോധം എന്നുള്ളതാണ്. സ്വയം ബോധം എന്നാൽ മാറ്റത്തിന്റെ കണ്ണാടി എന്നാണ്. നമ്മൾക്ക് എത്ര പേർക്ക് സ്വയത്തെക്കുറിച്ച് ഒരു ബോധ്യമുണ്ട്? ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏതൊരു കാര്യത്തിലും നമ്മൾക്ക് നമ്മളെക്കുറിച്ച് എന്ത് ബോധ്യമാണുള്ളത്? ഈ നിമിഷം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, എന്നെക്കുറിച്ച് അവരോട് ചോദിക്കുക, എന്നെക്കുറിച്ച് എനിക്ക് എന്ത് ബോധമാണുള്ളത്, എന്ത് ബോധ്യമാണുള്ളത്? സ്വയംബോധം എന്നാൽ സ്വന്തം ചിന്തകളും വികാരങ്ങളും പ്രവർത്തനങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവും കൂടിയാണ്. അതായത്
നമ്മുടെ ചിന്തകൾ, ഇപ്പൊ കുറച്ചു മുമ്പേ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിലേക്ക് കണക്റ്റഡ് ആവുന്നുണ്ട്. നമ്മുടെ ചിന്തകളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം, നമ്മുടെ വികാരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം, നമ്മളിലെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കണം. ഇത്രയും കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾക്കാണ് സ്വയം ബോധമുണ്ടാകുക എന്നുള്ളത്. അതായത് സ്വയം ബോധം എന്നാൽ സ്വയം കാണാനുള്ള കണ്ണാടി. ഇവിടെ ഞാൻ അത് തന്നെയല്ലേ ആദ്യം നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾ വീഡിയോ മോഡിൽ ഇരിക്കുക, നിങ്ങൾ നിങ്ങളെ കാണുക, നിങ്ങളെ അറിയുക. നിങ്ങളെ കാണാനും അറിയാനുമുള്ള അവസരമാണ് എന്താണ് ഈ വീഡിയോ മോഡിൽ ഇരിക്കുന്നത്. പലരും എന്താ ചെയ്യുക, വീട്ടിൽ നല്ല തിരക്ക്, മക്കള്, ഹസ്ബൻഡ്, മറ്റ് പല കാര്യങ്ങളുള്ളപ്പം എല്ലാവരും എന്തായിരിക്കും ചെയ്യുക, സ്വന്തത്തെ ഒന്ന് കാണാൻ പോലും സമയം കിട്ടാറില്ല. കാരണം നേരം വെളുത്ത് എഴുന്നേൽക്കുന്നതേ അടുക്കളയിലെ ജോലി കാര്യങ്ങളൊക്കെ ചെയ്ത് മക്കളെ വിട്ട് വീടും കാര്യങ്ങളും ഒക്കെയും ചെയ്ത് ജോലിക്ക് പോകുന്നവരുണ്ടെങ്കിൽ ജോലിക്ക് പോയി തിരിച്ച് വീട്ടിൽ വന്ന് വീണ്ടും അതേപോലെ ചെയ്യുന്നവരാണ്. അപ്പൊ സ്വയത്തിലേക്ക് ആരും തന്നെ എന്ത് ചെയ്യുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ സ്വയത്തിലേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ സ്വയം കാണുന്നുമില്ല. അതുകൊണ്ടാണ് മറ്റൊരാൾ നമ്മളോട് പറയാണ്, എന്താ നിനക്ക് വല്ലാത്തൊരു ക്ഷീണം, അല്ലെങ്കിൽ നിന്റെ മുഖമാകെ കറുത്തു പോയല്ലോ, നിനക്ക് എന്താ പറ്റിയേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു കുത്തലുണ്ടാവണം. അയ്യോ എനിക്ക് എന്താ പറ്റിയേ? അന്നേരം നമ്മൾ പെട്ടെന്ന് പോയി കണ്ണാടിയിലേക്ക് നോക്കും, എന്റെ മുഖത്തിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? അപ്പൊ ആ മാറ്റം വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താണ് മാറ്റം എന്നുള്ളത് മറ്റൊരാൾ പറയുമ്പോഴാണ് നമ്മൾ പോയി നോക്കുന്നത്. പക്ഷെ ഓരോ നിമിഷത്തിലും നമ്മൾ നമ്മളെ അറിഞ്ഞുകൊണ്ട് തന്നെ മുൻപോട്ട് പോവുക എന്നുള്ളതാണ്. ഇതില് ജീവിതത്തിലെ മാറ്റങ്ങളെ കൊണ്ടെത്തിക്കുന്നതിന്റെ ആദ്യ പടിയാണ് ഈ സ്വയം ബോധം എന്നുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അറിയാത്തതിനെ നമുക്ക് ഒരിക്കലും മാറ്റാനാവില്ല, പക്ഷെ നമുക്ക് അറിയുന്നതിനെ നമുക്ക് മാറ്റാൻ സാധിക്കും. അതായത് നമ്മൾ മാറണമെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കണം, മറ്റൊരാൾ തീരുമാനിച്ചിട്ട് കാര്യമില്ല. സ്വയം അവബോധം ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാറാൻ സാധിക്കുള്ളൂ. ഇപ്പൊ ഈ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ടും സ്വയം തീരുമാനം എടുത്തെങ്കിൽ മാത്രമേ അത് മാറാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിലോ എന്നത്തെയും പോലെ, ഞാൻ ആ ക്ലാസ് കേട്ടു, ഞാൻ ക്ലാസ് കേൾക്കാറുണ്ട്, ഞാൻ ഇന്ന ടൂളുകൾ ചെയ്യാറുണ്ട്, ഞാൻ ഈ അഫർമേഷൻസുകൾ പറയാറുണ്ട്, ഞാൻ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിലാണ് പോകുന്നത്, ഇതൊക്കെ നമ്മൾ പറയുകയും ചെയ്യും. അതിന്റെ ശരിക്കുള്ള റിസൾട്ടിലേക്ക് എത്തുന്നില്ലെങ്കിൽ സ്വയം ബോധത്തിലേക്ക് ഒന്ന് പോവുക, തിരിഞ്ഞു നടന്നിട്ട് ആ ബോധത്തെ എവിടെയാണോ മിസ്സായിട്ടുള്ളത് അവിടെ നിന്ന് തന്നെ അതിനെ ഇങ്ങ് കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഈ നിമിഷത്തിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും ജീവിക്കുന്ന ഒരു ജീവിതം ഈ നിമിഷത്തെ അറിയാൻ സാധിക്കുമ്പോൾ മാത്രമാണ് അത് ജീവിതമായി മാറിപ്പോകുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ പഴയതെല്ലാം പഴമയിലേക്കും പുതിയത്, അതായത് ഫ്യൂച്ചർ എല്ലാം അത് ആ സ്വപ്നങ്ങളിലേക്കും മാറും. പക്ഷെ ഈ ഒരു പ്രസന്റിൽ നമ്മൾ ജീവിക്കാൻ മറന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വയം ബോധം വളർത്താനുള്ള ഒരു 5 മാർഗങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ആ 5 മാർഗങ്ങളിലൂടെ നിങ്ങൾ ഒന്ന് സഞ്ചരിക്കുക. ഇതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈവൻ EFT ആയിട്ടും ലോ ഓഫ് അട്രാക്ഷൻ ആയിട്ടും മൈൻഡ് പവർ ആയിട്ടും ഒക്കെ പഠിക്കുന്നവരും ക്ലാസ് കേൾക്കുന്നവരും ആകുമ്പോൾ ഈ ഒരു കാര്യങ്ങളിലൂടെ നമ്മളെല്ലാം കടന്നു പോകുന്നതാണ്. പക്ഷെ കടന്നു പോകുമ്പോൾ അതിനെ എത്രത്തോളം ആഴത്തിൽ അറിയുന്നുണ്ട് എന്നൊന്ന് മനസ്സിലാക്കുക. ഞാൻ ചെയ്യാറുണ്ട്, പക്ഷെ ഞാൻ അത് ആഴത്തിൽ ചെയ്യുന്നുണ്ടോ, അത് ഞാൻ എന്നെ അറിഞ്ഞാണോ ചെയ്യുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അതായത് ഒന്നാമത്തേത് ശാന്തമായ നിമിഷങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ശാന്തമായ നിമിഷങ്ങൾ തിരഞ്ഞെടുക്കുക. ഇതെന്തായിരിക്കും ഇങ്ങനെ പറയാനുള്ളൊരു കാരണം? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ശാന്തമായ നിമിഷങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്തായിരിക്കാം? നമ്മൾ ആദ്യം ഒരു മെഡിറ്റേഷൻ ചെയ്തു അല്ലേ? ആ ഒരു മെഡിറ്റേഷനിൽ നമ്മൾ ആദ്യം എന്താ ചെയ്തേ? ശാന്തമായിട്ടിരിക്കുക, കാമായിട്ടിരിക്കുക എന്ന് പറഞ്ഞല്ലോ. ആ കാമായിട്ടിരിക്കാൻ നേരത്തെ എന്താ ഫീൽ ആയത്? കുറച്ചു സമയമാണെങ്കിലും നമുക്ക് ആ ശ്വാസത്തിന്റെ ഒപ്പം ഇരുന്നിട്ട് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളവർ ആ ഹൃദയമിടിപ്പ് ഒന്ന് അറിഞ്ഞിട്ടുണ്ടാവാം. ആ ശ്വാസം ഉള്ളിലേക്ക് വന്നിട്ട് ആ ശ്വാസകോശം ഒന്നൊന്ന് സെറ്റായി, ഒന്ന് അനങ്ങിയതായി, ശരീരം മുഴുവൻ ഒന്ന് ഓക്സിജൻ പാസ് ചെയ്തൊരു കാര്യം, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും.
അതായത് കാമായിട്ടിരുന്നവര്, ആ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നവര്, ഇതൊക്കെയും തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ കുറഞ്ഞ നിമിഷത്തിലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് വേണ്ടി ഒന്ന് ശാന്തമായിട്ടിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ശ്വാസത്തിലൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ പോലെ ചിന്തകളെ നിരീക്ഷിക്കുക. കുറഞ്ഞ സമയം മതി, ഒരു ദിവസത്തിൽ ഒരു 5 മിനിറ്റ് മതി. നമ്മുടെ ചിന്തകളെ ശ്രദ്ധിക്കുക. അതോടൊപ്പം എന്ത് ചെയ്യാം, ആ ചിന്തകളെ ശ്രദ്ധിക്കും തോറും മനസ്സ് കാംനെസ്സിലേക്ക് എത്തുന്നത് നമുക്ക് ഫീൽ ചെയ്യും. ഇതെന്താണ്? ഇത് നമ്മൾക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാമായിട്ടൊന്ന് ഇരുന്ന് നോക്കാം. 1 മിനിറ്റ് മതി, ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് കാമായിട്ടിരിക്കുക. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഈ നിമിഷം നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നു പോയിട്ടുള്ള ചിന്തകളെ തിരിച്ചറിയുക. ആ ചിന്തകളെ നിരീക്ഷിക്കുക. നിരീക്ഷിക്കുന്നതിനോടൊപ്പം അതിലെന്താണ് നാം ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടാത്തത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് തിരിച്ചറിവിലേക്ക് വരിക. എന്താണ് ഈ ഒരു നിമിഷം കൊണ്ട്, ആ ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങളിലേക്ക് എത്തിപ്പെട്ടത്? നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ സാധിച്ചോ? നിങ്ങളുടെ ഉള്ളിലെ ചിന്തകൾ എന്താണെന്ന് മനസ്സിലായോ? എന്തെങ്കിലും ഒരു കാര്യം ഒരു ബോധ്യത്തിലേക്ക് എത്തിയോ? എന്താണെങ്കിലും, അതായത് സൈലന്റ് ഈസ് നോട്ട് എം ടി. സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ അത് എം ടി അല്ല, ഇറ്റ് ഈസ് ഫുൾ ഓഫ് ആൻസേഴ്സ്. നമുക്ക് വേണ്ടുന്ന ഉത്തരങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇവൻ ഒരു കാര്യം ചിന്തിച്ചിരിക്കുന്നു, ഇന്ന് ഞാൻ ഈ ഒരു കാര്യം ചെയ്യണോ, ഒരു ഡൗട്ട് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് കാമായിട്ടിരുന്നിട്ട് ആ ചിന്തനെ നമ്മുടെ ഉള്ളിൽ ഇട്ടിട്ട്, ഈ ഒരു കാര്യം ഞാൻ ഇന്ന് ചെയ്യണോ വേണ്ടയോ? ആ ചിന്തകൾ നമ്മൾ നിരീക്ഷിക്കുമ്പം വേണം എന്നുണ്ടെങ്കിലും അതിന് കാരണമുണ്ട്, വേണ്ട എന്നുണ്ടെങ്കിലും അതിന് കാരണമുണ്ട്. ആ കാരണത്തെ നമ്മൾ തിരിച്ചറിയുമ്പം അതിനുള്ള ഉത്തരം അവിടെ കിട്ടിയിട്ടുണ്ടാവും. അതാണ് ശരിക്കുമുള്ള ഉത്തരം. വേണം എന്നുള്ളപ്പോൾ അതിനുള്ള കുറേ കാര്യങ്ങളുണ്ട്, വേണ്ടാന്നുണ്ടെങ്കിലും അതിനുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ ഏതാണ് പ്രോപ്പർലി ഞാൻ ചെയ്യേണ്ടതെന്നുള്ളത് ആ ഒരു നിമിഷത്തിൽ നമുക്ക് ഡിസിഷൻ എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ശാന്തമായ നിമിഷങ്ങൾ തിരഞ്ഞെടുക്കുക. സ്വന്തത്തിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് എങ്കിലും, എന്തൊക്കെ എൻഗേജ്മെന്റ് ഉണ്ടെങ്കിലും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ഒരു ക്ലാസ് ഞാൻ എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലുമല്ല. ഇത് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് 5 മിനിറ്റ് ആണെങ്കിലും 10 മിനിറ്റ് ആണെങ്കിലും ചെയ്യാൻ ഈസി ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോണിൽ ഒന്ന് ടൈമർ സെറ്റ് ചെയ്ത് വെക്കുക. 5 മിനിറ്റ് എന്നുള്ളൊരു ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് ഓൺ ആക്കിയിട്ട് കുറച്ച് സമയം മിണ്ടാതെ അവിടെ ഇരുന്നുള്ളത്. ഉള്ളിൽ കൂടെ വരുന്ന കാര്യങ്ങളൊക്കെ വന്ന് വന്ന് പൊക്കോട്ടെ, അതിന്റെ ഒക്കെ ആൻസർ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടും. പക്ഷെ ഈ ഒരു 5 മിനിറ്റ് എന്ത് ചെയ്യുക, അങ്ങനെ തന്നെ ഫോണിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ ആ 5 മിനിറ്റിൽ അവിടെ ബെല്ലടിക്കുമ്പോൾ മാത്രമേ നമ്മൾ കണ്ണ് തുറക്കൂ. ഈ ഒരു രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഓക്കെ, കിടക്കുന്നതിന് മുമ്പാണെങ്കിൽ, കിടക്കുന്നതിന് മുമ്പൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് കണക്ട് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഇനി രണ്ടാമത്തത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിനപ്പതിപ്പ് എഴുതുക എന്ന് പറയും. നമ്മൾ ഓരോരുത്തരും ജേണലിംഗ് എഴുതുന്നവരാണല്ലേ. എങ്ങനെയാണ് ജേണലിംഗ് എഴുതുന്നത്? ഗ്രാറ്റിറ്റ്യൂഡായിട്ട് നമ്മൾ ജേണലിംഗ് എഴുതും. എനിക്ക് ഇന്നതൊക്കെ ഉള്ളതിന് നന്ദി, നന്ദി, നന്ദി എന്നും പറഞ്ഞ് നമ്മൾ ജേണലിംഗ് ഇഷ്ടം തീരെ എഴുതുന്നവരാണ്. അതിൽ എത്രത്തോളം എന്താ പറയാ അവെയറോട് കൂടി എഴുതുന്നുണ്ട് എന്നുള്ളത് ഇന്നു മുതൽ ചിന്തിച്ചിട്ട് എഴുതുക. എത്രത്തോളം അവെയറോട് കൂടിയാണ് നിങ്ങൾ എഴുതുന്നത് എന്ന ബോധ്യത്തിലേക്ക് വരിക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ദിവസത്തിൽ ഒരു 5 മിനിറ്റ് നമ്മൾ നമ്മളുടെ വികാരങ്ങളെയും അനുഭവങ്ങളെയും
കുറിച്ച് അറിയുകയും അതിനെക്കുറിച്ച് എഴുതുകയും ചെയ്യുക. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഓൾറെഡി നമ്മൾ എഴുതുന്നതാണ്, അതിൽ അവെയർ ആവുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, ഈ ഒരു കാര്യം എഴുതുമ്പോൾ എന്താണ് നമുക്ക് നമ്മളോട് ചോദിക്കാനുണ്ടാവുക? ഇന്ന് എനിക്ക് സന്തോഷം നൽകിയത് എന്ത്? ഇന്നത്തെ ദിവസം എനിക്ക് സന്തോഷം നൽകിയ കാര്യങ്ങൾ എന്തൊക്കെ, അല്ലെങ്കിൽ എന്തായിരുന്നു? ആ കാര്യങ്ങളൊന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം എന്നെ അസ്വസ്ഥമാക്കിയത് എന്തൊക്കെയാണ്, അത് എന്തുകൊണ്ടാണ് എന്നും കൂടെ നിങ്ങൾ അറിയുക. ഇത് സ്വയംബോധത്തിലേക്കുള്ള ഒരു പോംവഴി കൂടിയാണ്. അപ്പൊ എന്ത് ചെയ്യാം, ആ ഒരു കാര്യങ്ങൾ അത് നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചിട്ട് അതിന്റെ ഉത്തരങ്ങളും എഴുതുക. ഇതിങ്ങനെ എഴുതാൻ പറയുന്നതിന്റെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ ഇങ്ങനെ ഒരു കുറച്ച് ദിവസം ചെയ്തു എന്ന് വെക്കുക, പിന്നെ നിങ്ങൾക്ക് എഴുതേണ്ടതായിട്ട് വരില്ല. ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും ഉള്ളിൽ നിന്ന് ബ്രെയിൻ തനിയെ ചോദിക്കും, ആ കാര്യം ചെയ്യുന്നത് കൊണ്ട് എന്താണ് നേട്ടം നിനക്കുള്ളത്? അപ്പൊ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഏതൊരു സമയത്തും നമ്മളുടെ ആൻസർ നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്താ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒന്ന് എഴുതി നോക്കുക. ഏതൊരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യത്തിലും നമുക്ക് പെട്ടെന്ന് ആൻസർ നമ്മുടെ ഉള്ളിൽ നിന്ന് കണ്ടെടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു കാര്യമാണ് ഇതെന്നുള്ളത്. അപ്പൊ ഞാൻ സാധാരണ എൻ്റെ ക്ലയൻസിനോട് പറയാറുള്ളത്, വൈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ, എന്തിനാ അല്ലെ എങ്ങനെ എന്നുള്ളത് ചോദിക്കാനാണ് പറയാ. എല്ലാത്തിനും അല്ലെങ്കിൽ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കാൻ പറയും. ഒരു കാര്യം ചെയ്യാൻ കൺഫ്യൂഷൻ ഉണ്ടോ, നിങ്ങളോട് തന്നെ ചോദിക്കും, ഇത് ചെയ്യണോ? വേണം എന്നാണെങ്കിൽ അതിന്റെ കാരണങ്ങൾ എഴുതുക, വേണ്ടാന്നാണെങ്കിൽ അതിന്റെയും കാരണങ്ങൾ എഴുതുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മെച്ചപ്പെട്ടതെന്നുള്ളത് തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എഴുതാൻ പറയുന്നതിന്റെ കാരണം, നാവ് കൊണ്ട് നമുക്ക് എത്ര വേണേലും സംസാരിച്ചു പോകാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമുക്ക് വീമ്പടിച്ച് വേണേലും പോകാൻ പറ്റും. അത് എഴുതി വെക്കുമ്പോൾ ആ എഴുതുന്നത് മനസ്സിന്റെ പ്രതിബിംബമാണ് അവിടെ നമ്മൾ എഴുതി വെക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ആ എഴുത്തിലൂടെ നമ്മൾക്ക് അതിനെ ആക്ഷനിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതുക എന്നുള്ളതാണ്. എത്ര തിരക്കുള്ള വീട്ടമ്മമാരാവട്ടെ ജോലിക്കാരാവട്ടെ തിരിച്ചറിയേണ്ടത്, ഞാൻ എൻ്റെ ആരോഗ്യത്തോടെ അല്ലെങ്കിൽ ഞാൻ സമാധാനത്തോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ബാക്കിയുള്ളത് എല്ലാം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ, ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രം തിരിച്ചറിയുക. അതേപോലെ തന്നെ ഇപ്പൊ ഈ കഴിഞ്ഞൊരു ദിവസം ഞാനൊരു റീല് കണ്ടൊരു സംഭവമാണ്. അതിൻ്റെ അകത്ത് എന്താ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ ശാന്തമായ മനസ്സോടു കൂടി ചോദിക്കുക എന്നുള്ളതാണ്. ശാന്തമായി സമാധാനവുമായിട്ടിരിക്കുന്ന ആ ഒരു മനസ്സിൽ, ആ മനസ്സുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്തും, ഒരു പ്രാർത്ഥനയാവട്ടെ, ഒരു ദിക്കറാവട്ടെ, ഒരു നമസ്കാരമാവട്ടെ, എന്തും അതെന്താണ്, അത്രത്തോളം ശാശ്വതമായിട്ട് സംഭവിക്കുമെന്നുള്ളതാണ്. അടുത്തൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രതികരണങ്ങൾ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോഴത്തെ കാലത്ത് ആർക്കും, ഈ ജനറേഷനിലുള്ളവർക്കും പഴയ ജനറേഷനിലുള്ളവർക്കും ഒരു മനുഷ്യനും തന്നെ സ്വയംബോധമില്ലാത്ത ഒരു മനുഷ്യനും തന്നെ ഇല്ലാത്തൊരു സംഭവമാണ് എന്താണ്, പ്രതികരണങ്ങളെ നിരീക്ഷിക്കുക എന്നുള്ളത്. അതായത് നമ്മൾ ആരെങ്കിലും നമ്മളെ ഒന്ന് ചൊടിപ്പിക്കുന്ന രീതിയിൽ പറയുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നിമിഷം നമ്മൾക്ക് തിരിച്ച് അവരോട് മറുപടി പറയുകയോ ദേഷ്യപ്പെടുകയോ ചെയ്തില്ലെങ്കിൽ സമാധാനം വരാത്ത അല്ലെങ്കിൽ സമാധാനം ഇല്ലാത്തൊരു ലോകമാണ് ഇന്നത്തത്. പക്ഷെ ശരിക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾക്ക് നമ്മളെ ചൊടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഒന്ന് ഡീപ് ബ്രീത്ത് എടുത്തിട്ട് ആലോചിക്കുക, ഞാൻ ഇതിന് പ്രതികരണം കൊടുത്തിട്ട് ഞാൻ എന്നെ ഇല്ലാതാക്കണോ? അപ്പോ അവിടെ പല കാര്യങ്ങളും പല ചിന്തകളിലൂടെ പോകും. പക്ഷെ അവനവൻ്റെതായ രീതിയിൽ അവനവനെ മെച്ചപ്പെടുത്തണമെങ്കിൽ ആ ഒരു അവെയറിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുക എന്നുള്ളത് നല്ലതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തികൾ പറയുന്നത് എന്താണ്, അവൻ എന്നോട് ദേഷ്യപ്പെട്ടു, ഞാൻ തിരിച്ച് 4 പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താ അതിൻ്റെ അകത്തുള്ളത്, ഞാൻ ഒന്നും അല്ലാത്തവനായി പോത്തില്ലേ, ഞാൻ എന്താ പേടിച്ചിരിക്കുന്നതാണെന്ന് വിചാരിക്കില്ലേ എന്നുള്ളത്. ഇവിടെ നമ്മൾ അറിയേണ്ടത്, നമ്മൾ ഒരു മനുഷ്യന്റെ മുകളിൽ ഏൽപ്പിക്കുന്ന ആജ്ഞയോ അല്ലെങ്കിൽ ഗർവോ ഒന്നുമല്ല ജീവിതം എന്നുള്ളത് നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ പഠിക്കുന്നുണ്ട്. ആ പഠിത്തത്തിലൂടെ നമുക്ക് മുന്നേറാൻ പറ്റുമ്പോഴാണ് നമുക്കതിനെ എന്താണ് കൂടുതൽ മുൻപോട്ട് സമാധാനത്തോടുകൂടി നയിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അടുത്തതുള്ളത് നമ്മൾ ഫീഡ്ബാക്കുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ്.
ഇപ്പോൾ ഞാൻ ഈ ഒരു ക്ലാസ് എടുത്തു, അതിൽ 10 പേരുണ്ട്, അതിൽ 8 പേർക്ക് അത് ഇഷ്ടപ്പെട്ടു. ആ ക്ലാസ് 2 പേർക്ക് അതിന് ഇഷ്ടക്കേടാണെന്നുണ്ടെങ്കിൽ ആ ഇഷ്ടക്കേട് എന്നോട് പറയുമ്പോൾ ഞാൻ അതിൽ നിന്ന് ഞാൻ എന്താണ് മെച്ചപ്പെടേണ്ടതെന്ന് ചിന്തിക്കാതെ ആ ഫീഡ്ബാക്കുകളെ നിരസിക്കുമ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നത്? ആ വിമർശനത്തിലൂടെ ഞാൻ എന്താണ് മാറ്റം വരുത്തേണ്ടതെന്ന് ഞാൻ പഠിക്കുമ്പോഴാണ് നമ്മൾക്ക് സ്വയംബോധത്തിലേക്ക് എത്താൻ സാധിക്കുക. അല്ലാത്ത സമയത്ത് എന്തായിരിക്കും? നമ്മൾ അതിനെ ആ ഒരു ദേഷ്യമായിട്ട് നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടന്നിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലേ എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടന്നിട്ട് നമ്മൾ സ്വയം നശിക്കുകയാണ് ചെയ്യുക. അപ്പൊ അവിടെ സ്വയംബോധം ഇല്ലാതാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ തയ്യാറാകുക. പ്രതിരോധിക്കാതെ സ്വയംബോധം ഉള്ളവർ വിമർശനത്തെ വളർച്ചയുടെ ഉപകരണമാക്കി മാറ്റും എന്നുള്ളതാണ്. ഞാൻ വളരണമെങ്കിൽ ആ ഒരു പ്രതികരണങ്ങളെ ഞാൻ അറിയണം, ഫീഡ്ബാക്കുകൾ ഞാൻ അറിയണം. അതിലൂടെ എനിക്ക് ഞാൻ എങ്ങനെ വളരാം എന്നതിനെ കുറിച്ച് അറിയുകയും ആ സ്വയംബോധത്തിലൂടെ മുന്നോട്ട് പോവാനും സാധിക്കും എന്നുള്ളതാണ്. ഇനിയുള്ളതാണ് ലാസ്റ്റ് പോയിന്റ്, അതായത് വിലയിരുത്തൽ. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ റിയലൈസേഷൻ. എൻ്റെ ക്ലയൻസിനോടൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ റിയലൈസ് ചെയ്യണം. അപ്പോൾ ആദ്യം അതെന്താണെന്ന് മനസ്സിലാകാതെ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ അറിയേണ്ടത്, ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ നമ്മളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. ഞാൻ ഇന്ന് എന്താണ് നന്നായിട്ട് ചെയ്തത്? നമ്മൾ നമ്മളോട്, ഇപ്പം നമ്മുടെ മതപരമായ കാര്യങ്ങളിൽ തന്നെ ഉണ്ടല്ലേ, ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിലുള്ള എന്താണെങ്കിലും അതിനെ ഏൽപ്പിച്ചിട്ട് സമാധാനത്തോടു കൂടി ഉറങ്ങുക എന്നുള്ളത്. അപ്പൊ ഇതില് മതപരമായിട്ടുള്ളതായിക്കോട്ടെ, ലോ ഓഫ് അട്രാക്ഷൻ ആയിക്കോട്ടെ, മൈൻഡ് പവർ ആയിക്കോട്ടെ, ഇതിലെല്ലാം നമ്മൾ അറിയുന്നത് നമ്മൾ നമ്മളെ എത്രത്തോളം അറിയണം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇന്ന് എന്താണ് നന്നായി ചെയ്തത്, എന്താണ് ഞാൻ മെച്ചപ്പെടുത്തേണ്ടത്, എന്താണ് നല്ലതായിട്ട് ചെയ്തതെന്ന് അറിയുമ്പോൾ നമുക്ക് നല്ലൊരു ഫീല് വരുമ്പോൾ അവിടെ അടുത്ത ചോദ്യം കൊടുക്കണം, എന്താണ് ഞാൻ എന്നിൽ എന്താണ് മെച്ചപ്പെടുത്താനുള്ളത്. ആ 2 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് നമ്മളെ കുറിച്ചൊരു തിരിച്ചറിവിലേക്ക് എത്തും, ഒരു റിയലൈസേഷനിലേക്ക് എത്തും എന്നുള്ളതാണ്. അത് ചെറുതാണെങ്കിലും ഈ ഒരു അവലോകനം നമ്മൾ എല്ലാ ദിവസവും ഈ രീതിയിലുള്ള കുറേ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ചെയ്യണം. അപ്പൊ അത് ബിസിനസ് പരമായിട്ട് ചെയ്യുന്നവരാകുമ്പം അവർ ബിസിനസിനെ കുറിച്ച് ചിന്തിക്കും. ഫാമിലി മാറ്റേഴ്സ് അല്ലെങ്കിൽ ഫാമിലിയിലെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവരാകുമ്പം ആ ഫാമിലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ സഹപ്രവർത്തകരുമായിട്ടുള്ളതാണെങ്കിൽ അവരും ഈ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ആ മാറ്റം എന്നുള്ളത് നമ്മൾ പോലും അറിയാതെ നടന്നുകൊള്ളുന്ന ഒരു കാര്യമാണ്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവയർനെസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവാർഡ് ട്രാൻസ്ഫോർമേഷൻ. അവയർനെസ് ഇല്ലാതെ ഒരു ട്രാൻസ്ഫോർമേഷനും നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം? സ്വയംബോധം ജീവിതത്തിലെ എല്ലാ മാറ്റത്തിന്റെയും തുടക്കമാണ്. ഇന്നത്തെ ക്ലാസ് നമ്മൾ അറിഞ്ഞതും സ്വയംബോധത്തെ കുറിച്ചാണ്. നമ്മൾ നമ്മെ കാണുമ്പോഴാണ് ലോകം നമ്മെ തിരിച്ചറിയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എത്രത്തോളം ഒരു വീഡിയോ മോഡിൽ ഇരിക്കാൻ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായോ? നമ്മൾ നമ്മളെ കാണുമ്പോഴാണ് ലോകം നമ്മെ തിരിച്ചറിയുന്നത്. നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ സാധിച്ചില്ല എങ്കിൽ നാം എന്ന വ്യക്തി ഈ ഭൂമിയിൽ ഉണ്ടായതിന്റെ ഒരു തെളിവ് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല. നമ്മുടെ കുറഞ്ഞൊരു ജീവിതമാണെങ്കിലും ആ കുറഞ്ഞൊരു ജീവിതം കൊണ്ട് ഈ ലോകത്തിന് എന്താണ് ഒരു കയ്യൊപ്പ് കൊടുക്കാൻ സാധിക്കുന്നത്, അതിലേക്ക് എത്തുക. അതിലിപ്പോൾ എത്താനും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങനെയൊന്നും വരണ്ട. പക്ഷെ നമ്മുടെ കുടുംബത്തിലൂടെ നമുക്ക് സാധിക്കും, നമ്മളിലൂടെ സാധിക്കും, അതോടൊപ്പം നമ്മുടെ കുടുംബത്തിലൂടെ സാധിക്കും. നമ്മുടെ മക്കളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്ന കാര്യം ആ മക്കളിലൂടെയും നമ്മൾ എന്താവും, ലോകത്തിൽ അറിയുന്നവരായി മാറും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ തീരുമാനം എടുക്കുക, ഇന്നു മുതൽ സ്വയം ബോധത്തോടെ ഞാൻ ജീവിക്കണോ വേണ്ടയോ. അപ്പോൾ അതിനുവേണ്ടി പറഞ്ഞു തന്ന കാര്യങ്ങൾ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നിട്ട് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ തോന്നുന്നവര് എന്താണ് വീഡിയോ ഒന്നും കൂടെ കാണുക. ഇതിന്റെ റെക്കോർഡ് ഉണ്ടാവും, യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും, അത് കാണുക. അതോടൊപ്പം തന്നെ ഇനിയുള്ള അടുത്ത 7 ദിവസത്തെ ക്ലാസ്സുകളും മിസ്സാകാതെ കേൾക്കുക. നിങ്ങളുടെ കൂടെയുള്ളവരോ കൂട്ടുകാരോ മറ്റാരെയും ഒന്ന് അറിയിച്ചിട്ട് ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ്, അതിലേക്ക് എത്തിപ്പിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം വേറൊന്നുമല്ല,
നമ്മൾ നന്നാവുമ്പോൾ നമ്മുടെ കുടുംബം നന്നാവുന്നുണ്ട്. നമ്മുടെ കുടുംബം നന്നാവുമ്പോൾ ആ ഒരു സമൂഹം നന്നാവുന്നുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ ശരിക്കും റിയലൈസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ ഒരു അറിവ് നമ്മൾക്ക് എങ്ങനെ സമൂഹത്തിന് നൽകാം എന്നതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾക്ക് കുഞ്ഞു കുട്ടികളിൽ മാറ്റം വരുത്താൻ പറ്റും. അതായത് ഒരു 12 വയസ്സിനുള്ളിൽ ആ ഒരു കുട്ടിയിൽ വരുന്ന ട്രാൻസ്ഫോർമേഷൻ എന്താണെങ്കിലും, മീൻസ് അവരിലേക്ക് എത്തിപ്പെടുന്ന അറിവുകൾ എന്താണെങ്കിലും, അവരെ അറിയുന്നതും തിരിച്ചറിയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും അത് അവരുടെ ഭാവിയെ നിർണ്ണയിക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് കുഞ്ഞു കുട്ടികളുണ്ടോ, ആ കുട്ടികളിലേക്ക് എത്തിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു വിഷനും കൂടിയാണത്, കുട്ടികളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. ആ ഒരു സമയത്ത് അവർക്ക് അവരെ കുറിച്ചുള്ള സ്വയംബോധത്തെ കൊടുക്കുകയും അതിലൂടെ അവർക്ക് സ്വപ്നം കാണാൻ കഴിയുകയും ചെയ്യുമ്പോഴാണ് ഈ അടുത്ത തലമുറ എന്നുള്ളത് നന്നായി വരിക എന്നുള്ളത്, ഇങ്ങനെ ഗ്രോത്തിൽ എത്തുക എന്നുള്ളത്. അതേപോലെ തന്നെ ഒരു 90s കുട്ടികൾ, അതായത് വിവാഹപ്രായം എത്തിയ കുട്ടികൾക്കുള്ള കാര്യങ്ങളൊക്കെയും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവയർനെസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ക്ലാസ്സുകളും നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളൊക്കെ എടുപിടി എന്ന് പറഞ്ഞ വിവാഹത്തിലേക്ക് നടക്കുകയും ഒന്നും അറിയാതെ ഒരു ജീവിതം മുന്നോട്ട് പോരുകയും ചെയ്തതുപോലെ അല്ല. ഇനിയുള്ള നാളുകളിൽ തിരിച്ചറിയുക, എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബ ജീവിതത്തിന്റെ എന്താ പറയാ, ഒരു കുടുംബ ജീവിതം എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നതിലുപരി നമ്മൾ നമ്മളെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മളിലൂടെ ഉണ്ടാകുന്ന മക്കളിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും, ഇപ്പൊ ഉണ്ടാകുന്ന കുട്ടികളിൽ ഒരുപാട് കുട്ടികൾക്ക് എന്താണ് അംഗവൈകല്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്, മറ്റ് ഇഷ്യൂസുകൾ, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. ഇതിനെയൊക്കെ ഒരു പരിധി വരെ മാറ്റാൻ ഈ ഒരു സ്വയം ബോധത്തിലൂടെ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾക്കുണ്ടാകുന്ന അടുത്ത ഒരു ജനറേഷനെ എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, കൈ പിടിച്ചുയർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പൊ അതിനായിട്ട് നിങ്ങളുടെയൊക്കെ ഹെൽപ്പ് ഞാൻ ചോദിക്കുകയാണ്. നിങ്ങളുടെ കൂടെയുള്ള കുട്ടികളുണ്ടോ, ഈ ഒരു ഏജിലുള്ളവരുണ്ടോ, ആരെയാണെങ്കിലും നിങ്ങൾ കണക്ട് ചെയ്ത് തരിക. അവർക്ക് വേണ്ടുന്നതെല്ലാം പ്രോപ്പറായിട്ട് നമ്മളിൽ നിന്നും ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം. ഇത്രയും നേരം എന്നെ ശ്രവിച്ചുകൊണ്ടിരുന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. കാരണം എൻ്റെ എന്നിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അറിവിനെ നിങ്ങളിലേക്ക് പകർന്നു നൽകാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ തനിയെ ഇരുന്നാൽ പോരാ, എൻ്റെ കൂടെ ഒരു കൂട്ടം ആൾക്കാരും വേണ്ടതുണ്ട്. ആ ഒരു കൂട്ടം ആൾക്കാരായി നിങ്ങൾ ഓരോരുത്തരും എന്നിലേക്ക് എത്തിയത് കൊണ്ടാണ് എനിക്ക് ഈ ഉയർച്ചയുടെ പടവുകൾ നേടാൻ സാധിച്ചിട്ടുള്ളത്. അതിന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് പറയാനുള്ള അവസരമാണ്.